പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മഹിമയുടെ മൂന്നാം ദിവ്യരഹസ്യമാണ് ഈ ഒക്ടോബർ മാസത്തിന്റെ 23-ാം തീയതി നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവ് ശ്ലീഹന്മാരുടെ മേൽ എഴുന്നള്ളി വരുന്ന ആ മനോഹരമായ, ആ സന്തോഷകരമായ ഒരു അനുഭവം, ആ സംഭവം നമ്മൾ ധ്യാനിക്കുകയാണ്. പന്തക്കുസ്ത തിരുനാൾ. പരിശുദ്ധ അമ്മ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ആ സഖ്യോൻ ഊട്ടുശാലയിൽ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാര്, ഇരുൾ മൂടിയിരുന്നവരുടെ ഹൃദയം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷത്താൽ നിറഞ്ഞു. പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും അമ്മയുടെ മാധ്യസ്ഥം വഴി ശ്ലീഹന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി പരിശുദ്ധ അമ്മ അവരെ ഒരുക്കുകയായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി എന്നാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന തുടങ്ങുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തില് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഫാത്തിമയിൽ പ്രാർത്ഥനാനിരതനായിരുന്ന ആ വൈദികന് സ്റ്റെഫാനോ എന്ന് പറയുന്ന അച്ഛന് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത മനോഹരമായ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കാൻ ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വൈദികരുടെ മരിയൻ പ്രസ്ഥാനത്തിന്റെ സെനക്കിൾ, ആ സെനക്കിൾ എന്ന് പറയുന്നത് അമ്മയുടെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ അമ്മയുടെ പ്രിയ മക്കളായ വൈദികരും അതുപോലെ തന്നെ ആത്മാരുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ അമ്മയുടെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഒരു പന്തക്കുസ്ത അനുഭവത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് ഈ സെനക്കിൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ രണ്ടാം പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 1-ാം അധ്യായത്തില് 8-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന്. ഇത് നമ്മുടെ ജീവിതത്തേക്കൊന്ന് നമ്മൾ പരിശോധിക്കാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദേവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് മാമോദീസായി നൽകപ്പെട്ട ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലാണോ ജീവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതമാണോ നമ്മുടേത് എന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾ സങ്കേതം കണ്ടെത്തുക. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായി ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്കും വരങ്ങൾക്കുമായി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമുക്കറിയാം, അത് ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം എന്നിവയാണ്. വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് ലേഖനത്തിന്റെ 5-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അത് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. നമുക്കറിയാം, ഒരു വൃക്ഷത്തെ നമ്മൾ തിരിച്ചറിയുന്നത് അതിന്റെ ഫലത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ ഉള്ളപ്പോൾ നമ്മൾ സ്നേഹമുള്ളവരും അതുപോലെ ആനന്ദത്താൽ നമ്മൾ നിറഞ്ഞവരും സമാധാനമുള്ളവരും ഒക്കെയാണ് എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഇന്ന് വളരെയേറെ കുറഞ്ഞ അവസ്ഥയുണ്ട്. കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിൽ അത് നിർജീവമായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 2-ാം പെന്തക്കോസ്ത എന്ന് പറയുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് അമ്മയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നിറഞ്ഞവളാണ്. ഈശോയെ ഉദരത്തിൽ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മ ആദ്യം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പെന്തക്കോസ്തായിൽ ഈ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് സഭയില് പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. നമ്മുടെ ജീവിതാവസ്ഥകളിലൊക്കെ ഈ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിൽ സ്ത്രീഹന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ എഴുന്നള്ളി വന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ടങ്സ് ഓഫ് ഫയർ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമുക്കിന്ന് ഭയം വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വാർദ്ധക്യാവസ്ഥയില്, രോഗാവസ്ഥയില്, പാപത്തിന്റെ പിടിയിൽ നമ്മൾ പെട്ട് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം നഷ്ടപ്പെടും. പരിശുദ്ധാത്മാവ് നമ്മളിൽ ചിലപ്പോ എന്തെന്നാണ് നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിൽ കെട്ടുപോകുന്ന അവസ്ഥ.
നമുക്കൊരു ഉണർവില്ലാത്ത അവസ്ഥ, ജീവിതത്തിൽ നിരാശയും ദുഃഖവും ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അവസരത്തിലൊക്കെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഉണർവ് നൽകുന്ന പരിശുദ്ധാത്മാവ്, അഭിഷേകം നൽകുന്ന പരിശുദ്ധാത്മാവ്, ജീവന്റെ സമൃദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവ്, ജനപ്പരപ്പിൽ ചലിച്ചു നിന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന ആ മനോഹരമായ പ്രാർത്ഥന നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ഈ ദിവസം അതുപോലെ തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് പ്രകാരം പ്രാർത്ഥിക്കാം: ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.